ഹലോ, സൺഡേ ഈവനിങ് ആണ് കേട്ടോ ജുഗ്നുവിൻ്റെ ഡാൻസ് ക്ലാസ് ഉള്ളത്. അപ്പം നമ്മൾ അത്രയും നേരം ഇങ്ങനെ വെറുതെ ആലസ്യത്തിൽ ഇരുന്നിട്ട് പിന്നെ ആ സമയമായപ്പോൾ തിരക്ക് പിടിച്ച് ഡാൻസ് ക്ലാസ്സിലേക്ക് ഓടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജുഗ്നുവിനെ ഡാൻസ് ക്ലാസ്സിലാക്കി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് ബുക്സ് വാങ്ങിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി മാതൃഭൂമി ബുക്സിൽ പോയി. പിന്നെ ഇന്ന് ബുക്സ് വാങ്ങിക്കണം എന്നുള്ള പ്ലാനിലൊന്നുമല്ല പോയത്, കുറച്ച് ബുക്സ് വാങ്ങിക്കാനൊരു ആഗ്രഹം അങ്ങനെ. പിന്നെ സൂര്യചേട്ടനും അദൃശ്യ മുറിവുകൾ എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, കുറേ നാളായിട്ട് പറയണം. അപ്പം ആ ബുക്ക് നോക്കി അത് കിട്ടി. അപ്പോൾ അതും കുറച്ച് ബുക്കുകളോട് വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങൾ, അരി സാമാനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഫൈൻ മാർട്ടിൽ പോയിട്ട് അതും വാങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ജുഗ്നുവിൻ്റെ ഡാൻസ് കഴിയുന്ന സമയം ആയിട്ടുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂറാണ് ജുഗ്നുവിൻ്റെ ഡാൻസ് ഉള്ളത്. 5 to 6:30 വരെയാണ്. അപ്പോൾ അത്രയും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സമയം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു പപ്പായ ജ്യൂസ്, നോ ഷുഗർ നോ ഐസ് പപ്പായ ജ്യൂസ് പറഞ്ഞു. സൂര്യചേട്ടൻ പിന്നെ ഷേക്കും പഫ്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞ് നമ്മുടെ ആശാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോണ വഴിക്ക് ഓണം പാർക്കിൽ അവിടെ കഥകളി നടക്കുന്നുണ്ട്. ഇവിടെ കഥകളി ഫെസ്റ്റ് നടക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കഥകളിയാണ്. നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല, പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയതാണ്. പക്ഷേ ജുഗ്നു ഭയങ്കര ടയർഡാണെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ്സൊക്കെ അവിടെ നിൽക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ്സ് അവിടെ നിന്ന് അത് കണ്ടു തിരിച്ചു പോകുന്നത് അവിടെ ഇരുന്ന് ഫ്ലാറ്റിലേക്ക് കയറിയില്ല. പുറത്തെത്തിപ്പിക്കുക എന്തൊക്കെയൊക്കെ വാങ്ങിച്ചെന്ന് കാണാനുള്ള തിരക്കാണ് ജുഗ്നുവിന്. അപ്പോൾ ജുഗ്നുവിന് കുറച്ച് GK ഉണരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് ഈ സ്പേസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അവനവിടെ കളിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്നു. ഞാൻ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.